വെൽക്കം, തഹ്മാനാണ്. ക്യാൻസർ പത്തോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ക്യാൻസർ എങ്ങനെ പടരുന്നു, മെറ്റാസ്റ്റാസിസ് ആൻഡ് ഇൻവേഷൻ, ലോക്കൽ ഇൻവേഷൻ ഓഫ് ട്യൂമർ, ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിനൈൻ ട്യൂമർ വേഴ്സസ് മാലിഗ്നന്റ് ട്യൂമർ, സോ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇവിടെ ക്യാരക്ടറിസ്റ്റിക്കുമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ആണ്. ഒന്ന് ഇൻവേഷൻ ആൻഡ് മെറ്റാസ്റ്റാസിസ്, ഇൻവേസീവ്നെസ് ആൻഡ് മെറ്റാസ്റ്റാസിസ്. സോ ഈ ഭാഗം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഇൻവേസീവ്നെസ് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്കൽ സ്പ്രെഡ് ആണ്. സോ ദിസ് ഈസ് ലോക്കൽ സ്പ്രെഡ് ഓഫ് ക്യാൻസർ ആണ്. ക്യാൻസർ അതിന്റെ പ്രൈമറി സൈറ്റിൽ, ഇവിടെ ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ ഇവിടെ ആണെങ്കിൽ പ്രൈമറി സൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തൊട്ട് ചുറ്റുപാടുമുള്ള മറ്റു സെല്ലിലേക്ക് കടന്നു കയറുന്നതാണ് ലോക്കൽ സ്പ്രെഡ് ഓർ ഇൻവേഷൻ എന്ന് നമ്മൾ പറയും. മെറ്റാസ്റ്റാസിസ് ഈസ് ഡിസ്റ്റന്റ് സ്പ്രെഡ് ആണ്. ഡിസ്റ്റന്റ് സ്പ്രെഡ് ആണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയാം. പ്രൈമറി സൈറ്റിൽ ഇവിടെയാണ് ക്യാൻസർ എങ്കിൽ അതിന്റെ ഈ സൈറ്റിൽ നിന്ന് മാറി അനാറ്റമിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു സൈറ്റിൽ സെക്കൻഡറി ക്യാൻസർ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയാം. ആൻഡ് ദീസ് ടു, രണ്ട്, ഇൻവേഷൻ ആൻഡ് ഓൾസോ മെറ്റാസ്റ്റാസിസ്, ദിസ് ഇസ് ആബ്സെന്റ്, ഇല്ല. എവിടെയാണ്? ഇൻ ബിനൈനില് ഇത് രണ്ടും ഇല്ല. പക്ഷെ മലിഗ്നന്റിൽ ദിസ് ഇസ് ടു, രണ്ടും പ്രസന്റ് ആണ്, രണ്ടും ഉണ്ടാകും. സോ ദ മോസ്റ്റ് ഷുവറസ്റ്റ് സൈൻ ഓഫ് മാലിഗ്നന്റ്, ഒരു ക്യാൻസർ മലിഗ്നന്റ് ആണ് എന്ന് പറയാൻ ദ മോസ്റ്റ് ഷുവറസ്റ്റ് സൈൻ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മെറ്റാസ്റ്റാസിസ്. സോ മെറ്റാസ്റ്റാസിസ് ഇസ് ദ മോസ്റ്റ് ഷുവറസ്റ്റ് സൈൻ. ആൻഡ് മെറ്റാസ്റ്റാസിസ് ആയി കഴിഞ്ഞാലോ ക്യൂർ ചെയ്യാൻ പറ്റുമോ? പിന്നീട് ചാൻസസ് ഓഫ് ക്യൂർ ഓഫ് ക്യാൻസർ പിന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. സ്റ്റേജ് 4 ആയി. സോ ദിസ് മെറ്റാസ്റ്റാസിസ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റേജ് 4. സോ ഓൺലി പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുക. ആൻഡ് സെക്കൻഡ് ഷുവറസ്റ്റ് സൈൻ, ഇഫ് ദർ ഇസ് ഇൻവേഷൻ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സെക്കൻഡ് ഷുവറസ്റ്റ് സൈൻ ഓഫ് മാലിഗ്നന്റ് ട്യൂമർ ആണ് എന്ന് പറയാനുള്ള സെക്കൻഡ് റീസൺ ആണ് ഇൻവേഷൻ ഓർ ലോക്കൽ ഇൻവേഷൻ. ആൻഡ് ഇവിടെയും ഈ ഇൻവേസ് ചെയ്ത ഭാഗം മാലിഗ്നന്റ് ആണെങ്കിൽ അത് മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ആദ്യം ഇൻവേഷൻ ഓർ ലോക്കൽ ഇൻവേസീവ്നെസ് ഓഫ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് ആബ്സെന്റ്. ഇൻവേഷൻ ഈസ് ആബ്സെന്റ് ഇൻ ബിനൈൻ ട്യൂമർ. ബിനൈൻ ട്യൂമറിൽ ഇത് ആബ്സെന്റ് ആണ്. ആൻഡ് ദിസ് ഈസ് പ്രസന്റ് ഇൻ മാലിഗ്നന്റ് ട്യൂമർ. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇൻ ബിനൈനിൽ പറയുകയാണെങ്കിൽ ക്യാൻസർ മാസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതൊരു കൊഹസീവ് ആയിട്ടുള്ള ഒരു മാസ് ആണ്. കൊഹസീവ് ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന സെല്ലുകൾ കൃത്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൊഹസീവ് മാസ് ആണ്. ആൻഡ് എക്സ്പാൻസൈൽ മാസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലോക്കലൈസ്ഡ്. ഈ ഏരിയയിൽ ക്യാൻസർ ഉള്ള ഭാഗം ഈ ഏരിയയിൽ ലോക്കലൈസ്ഡ് ആണ്. ഏത് സൈറ്റിലാണോ ക്യാൻസർ ഉള്ളത് അവിടെ മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ക്യാൻസർ ഗ്രോത്തിന് ചുറ്റും ഇറ്റ് ക്രിയേറ്റ്സ് എ ടിഷ്യൂ പ്ലെയിൻ. ഇതിങ്ങനെ വരച്ചിരിക്കുന്നത് ടിഷ്യൂ പ്ലെയിൻ ആണ്, വിച്ച് മേക്സ് ദം ഡിസ്ക്രീറ്റ് ആണ്. ചുറ്റുമുള്ള ദിസ് ഫൈബ്രസ് ടിഷ്യൂ ഓർ കംപ്രസ്ഡ് ഫൈബ്രസ് ടിഷ്യൂ ഇതിന് ചുറ്റും ഉണ്ടാകും. ആൻഡ് ഇത് ക്യാൻസർ ഉള്ള ഭാഗവും ഇല്ലാത്ത ഭാഗവും തമ്മിലൊരു, ഇവിടെ ക്യാൻസർ ഇല്ല, ഇവിടെ ക്യാൻസർ ഉണ്ട്, ഒരു ക്ലിയർ ഡിമാർക്കേഷൻ ഉണ്ടാകും. സോ ഈ ഭാഗം റെഡിലി പാൽപ്പബിൾ ആണ്, ഫിക്സഡ് അല്ല, മൂവബിൾ ആണ്. ഒരു സർജന് ഈ ഭാഗം മാത്രം, ക്യാൻസർ ഉള്ള ഭാഗം മാത്രം കൃത്യമായിട്ട് മുറിച്ച് നീക്കാൻ, സർജിക്കൽ എക്സിഷൻ, സോ ഇറ്റ് ക്യാൻ ബി സർജിക്കലി എക്സൈസ്, മുറിച്ച് മാറ്റാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഇനി ഇഫ് ക്യാൻസർ ഈസ് മലിഗ്നന്റ് ആണെങ്കിൽ ഈ ഭാഗം പ്രൈമറി സൈറ്റിൽ നിന്ന്, നമ്മൾ ഇത് ഒരു സൈറ്റ് ആണെങ്കിൽ മലിഗ്നന്റ് ആണെങ്കിൽ പ്രൈമറി സൈറ്റിൽ നിന്ന് ഈ ഭാഗമാണ് ക്യാൻസർ ഉള്ളതെന്ന് വെച്ചാൽ പ്രൈമറി സൈറ്റിൽ നിന്ന് തൊട്ടടുത്ത ടിഷ്യൂസിലേക്ക് ഇങ്ങനെ ഇൻവേഡ് ചെയ്യാം, കടന്നു കയറാം. സോ ഇപ്പോൾ ഉദാഹരണം സ്റ്റൊമക്കിലാണ് ക്യാൻസർ എന്ന് വിചാരിക്കുക. ഇത് ഇസോഫാഗസ് ആണ്, ഇത് നമ്മുടെ സ്റ്റൊമക് ആണ്. സ്റ്റൊമക്കിൽ ക്യാൻസർ ആണെങ്കിൽ ഇത് ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ പോവുകയാണ്. സോ ഇവിടെ ക്യാൻസർ ഉണ്ടെങ്കിൽ ഇത് തൊട്ടടുത്ത ഭാഗം ഇവിടെ ഡിയോട്ടനത്തിൽ നിന്ന് പാൻക്രിയാസ് ഇങ്ങനെ വരുന്നുണ്ട്. സോ പാൻക്രിയാസിലേക്ക് വരാം, അതിനുശേഷം ഇൻറ്റസ്റ്റൈനിലേക്ക് വരാം, അല്ലെ, ഇങ്ങനെ. ആൻഡ് ദിസ് ഇൻവേസീവ്നെസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് കണ്ടിന്യൂസ് ആണ്. പ്രൈമറി സൈറ്റിൽ നിന്ന് തുടർച്ചയായിട്ടാണ് ഇവിടുന്ന് തുടങ്ങിയ സംഭവം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. തുടർച്ചയായിട്ട് മറ്റു സൈറ്റിലേക്ക് വ്യാപിക്കാം. മൾട്ടിപ്പിൾ ഓർഗൻസിനെ വേണമെങ്കിൽ ബാധിക്കാം. ആൻഡ് ക്യാൻസർ ഉള്ള ഭാഗവും തൊട്ടടുത്ത ഭാഗവും പൂർലി ഡിമാർക്ഡ് ആണ്. ഈ ഭാഗവും ഇതേപോലെ ദർ ഇസ് നോ ഫൈബ്രസ് കവറിങ്, ഇതേപോലെ ഫൈബ്രസ് കവറിംഗ് ഒന്നുമില്ല, പൂർലി ഡിമാർക്ഡ് ആണ്. സോ മുറിച്ച് മാറ്റുക എന്ന് പറയുന്നത് സർജിക്കൽ എക്സിഷൻ ഈസ് നോട്ട് പോസിബിൾ. സോ സർജിക്കലി എക്സൈസ് ചെയ്യാനായിട്ട് എക്സിഷൻ ഈസ് നോട്ട് പോസിബിൾ, വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നോ എൻകാപ്സുലേഷൻ ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ആസ് ദാറ്റ് ഓഫ് ബിനൈൻ. ഇനി ബിനൈനിൽ ഈ ഗ്രോത്ത് സ്ലോ ആണ്, കമ്പാരിറ്റീവ്ലി സ്ലോ ആണെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഇസ് വെരി ഫാസ്റ്റ് ആണ് എന്ന് കൂടി ഒന്ന് ഓർത്തു. പിന്നെ നമുക്ക് മെറ്റാസ്റ്റാസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ മെറ്റാസ്റ്റാസിസ് ഈസ് ഡിസ്റ്റന്റ് സ്പ്രെഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫിസിക്കലി ഡിസ്ക്രീറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഉദാഹരണം സ്റ്റൊമക് ക്യാൻസർ നൗ ഈസ് ഇൻ ഓവേറിയൻ ക്യാൻസർ ആയിട്ട് മാറി. ആൻഡ് മെറ്റാസ്റ്റാസിസ് ഇസ് എ കോംപ്ലക്സ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. സോ ഇറ്റ് ഈസ് ഹൈലി കോംപ്ലക്സ് ആണ് ആൻഡ് ഓൾസോ അൺപ്രഡിക്റ്റബിൾ. എവിടെയാണ് അടുത്ത മെറ്റാസ്റ്റാസിസ് എന്ന് തീർത്ത് പറയാനൊന്നും പറ്റില്ല. ബ്ലഡിലൂടെയും മറ്റും പടരുന്നവ എവിടെയാണ് സീഡ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ പ്രൈമറി സൈറ്റ്, ആ ക്യാൻസറുള്ള ഭാഗം
ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയാലും മറ്റെവിടെയെങ്കിലും സീഡിങ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റണമെന്നില്ല. സോ നമുക്ക് മെറ്റാസ്റ്റാസിസിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് മെറ്റാസ്റ്റാസിസ് എന്ന് വെച്ചാൽ മെറ്റാസ്റ്റാസിസ് ഈസ് സ്പ്രെഡ് ഓഫ് ട്യൂമർ ആണ് ബൈ ഇൻവേഷൻ അല്ലെ. അത് ഇൻവേഷനിലൂടെ തന്നെയാണ് നടക്കുക, ബൈ ഇൻവേഷൻ തന്നെയാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് വി ആർ എക്സ്പ്ലെയിനിങ് ദീസ് ഇൻവേഷൻ. ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഡിസ്കണ്ടിന്യൂസ് സെക്കൻഡറി ട്യൂമർ, സെക്കൻഡറി മാസ് ഓർ മാസസ്. പല സ്ഥലത്താണെങ്കിൽ മാസസ് ആയി വിച്ച് ആർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റ് ദ സൈറ്റ് ഓഫ് ഡിസ്ലോഡ്ജ്മെന്റ്. എവിടെയാണ്? അല്ലെങ്കിൽ ലോഡ്ജ്മെന്റ് എന്ന് എഴുതിയാലും മതി. എവേ ഫ്രം പ്രൈമറി സൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം വൺ പ്രൈമറി സൈറ്റ് ടു എ ഡിസ്റ്റന്റ് സെക്കൻഡറി സൈറ്റിലേക്ക് ഒരു ക്യാൻസർ സ്പ്രെഡ് ആവുകയാണെങ്കിൽ, അതിന്റെ മാസ് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻവേഷൻ ഈസ് കോൾഡ് ആസ് മെറ്റാസ്റ്റാസിസ്. ആൻഡ് ദിസ് ദ മോസ്റ്റ് ഷുവറസ്റ്റ് സൈൻ അല്ലെ, ഷുവറസ്റ്റ് സൈൻ ഓഫ് മെലിഗ്നൻസി. മെലിഗ്നന്റ് ആണ് എന്ന് പറയാനുള്ള ഏറ്റവും മോസ്റ്റ് ഷുവറസ്റ്റ് സൈൻ ആണ് മെറ്റാസ്റ്റാസിസ്. ഇനി ഏതെങ്കിലും മലിഗ്നന്റ് ട്യൂമർ ആണ് വിച്ച് ഡു നോട്ട് ഷോ മെറ്റാസ്റ്റാസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ എക്സെപ്ഷൻസ്. ഏതെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഗ്ലയോമ ഓഫ് CNS ഗ്ലയോമാസ് പടരുന്നില്ല. 2 സ്കിന്നിൽ ഉള്ള ബേസൽ സെൽ കാർസിനോമ അല്ലെങ്കിൽ നമ്മൾ അതിനെ റോഡന്റ് അൾസർ എന്നും വിളിക്കാറുണ്ട്. ഇത് രണ്ടും മാലിഗ്നന്റ് ട്യൂമർ ആണ്. മാലിഗ്നന്റ് ആണ്, പക്ഷേ ഇതിന് രണ്ടിനും നോ മെറ്റാസ്റ്റാസിസ് ഇല്ലാത്ത മാലിഗ്നന്റ് ട്യൂമറുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഗ്ലയോമ ഓഫ് CNS ആണ്, 2 സ്കിന്നിലുള്ള ബേസൽ സെൽ കാർസിനോമയാണ്. നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു, ദെൻ ദിസ് ദ സൈൻ ഓഫ് മാലിഗ്നന്റ് ആണെന്ന് പറഞ്ഞു, ദിസ് ഇസ് ആബ്സെന്റ് ഇൻ ബിനൈൻ എന്നും കൂടി നമുക്ക് എഴുതിയേക്കാം. മെറ്റാസ്റ്റാസിസ് ആബ്സെന്റ് ഇൻ ബിനൈൻ. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് എങ്ങനെ പടരുന്നു, ഹൗ ദിസ് ഈസ് സ്പ്രെഡ്. മെറ്റാസ്റ്റാസിസ് 3 രീതിയിൽ മെറ്റാസ്റ്റാസിസ് നടക്കാം. ഒന്ന്, ഫസ്റ്റ് ഈസ് ത്രൂ ബോഡി കാവിറ്റീസ് ആണ്. ബൈ ബോഡി കാവിറ്റീസ് എന്ന് പറയുമ്പോൾ ശരീരത്തിലെ കാവിറ്റീസ് വഴി. ഏറ്റവും പ്രധാനപ്പെട്ട കാവിറ്റി ഈസ് അബ്ഡോമിനൽ കാവിറ്റിയിലൂടെയാണ് ഏറ്റവും അധികം ഇത് പടരുക. എങ്കിലും പെരിട്ടോണിയൽ കാവിറ്റിയിലൂടെ പടരാം, പ്ലൂറൽ കാവിറ്റിയിലൂടെ പടരാം, ജോയിന്റ് സ്പേസസിലൂടെ പടരാം, സബ് അരക്നോയിഡ് സ്പേസിലൂടെ പടരാം. സോ ഇതിലൂടെ എല്ലാം പടരാം. ആൻഡ് ബോഡി കാവിറ്റിയിലൂടെ ഇങ്ങനെ പടരുന്നതിനെ നമ്മൾ വിളിക്കുക ട്രാൻസിലോമിക്, COELOMIC, ട്രാൻസിലോമിക് റൂട്ട് എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുക. ആൻഡ് രണ്ടാമത്തെ റൂട്ട് ഈസ് ത്രൂ ലിംഫാറ്റിക്സിലൂടെയാണ്. ലിംഫാറ്റിക്സിലൂടെ പടരുന്നതിനെ നമ്മൾ ലിംഫാറ്റിക് സ്പ്രെഡ് എന്നാണ് പറയുക. ആൻഡ് മൂന്നാമത്തത് പ്രധാനം നമുക്കറിയാം, ദാറ്റ് ഈസ് ത്രൂ ബ്ലഡ് വെസൽസിലൂടെയാണ്. അതിനെ നമ്മൾ വിളിക്കുക ഹെമറ്റോജീനസ് സ്പ്രെഡ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഇതാണ് പ്രധാനപ്പെട്ട 3 റൂട്ട്സ് ഓഫ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ അല്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ, സോ ഇത് രണ്ടും നമുക്കറിയാം നട്ടലിനോട് വളരെ ചേർന്നിരിക്കുന്ന ഓർഗാൻസ്. സോ പാരാവെർട്ടിബ്രൽ പ്ലെക്സസിലൂടെ പടർന്ന് നട്ടലിലേക്ക് ക്യാൻസർ ഉണ്ടാകാം. ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ പോലെയുള്ള. സോ അതും ഉണ്ട്. നമുക്ക് ആദ്യം ട്രാൻസിലോമിക് ഓർ കാവിറ്റികളിലൂടെ പടരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് ഡയറക്ട് സീഡിംഗ് ഇൻടു അബ്ഡോമിനൽ ഓർ പെറ്റോണിയൽ കാവിറ്റി, പെനിട്രേറ്റ്സ് ഇൻടു നാച്ചുറൽ ഓപ്പൺ ഫീൽഡ്സ് അല്ലെ, തുറന്നു കിടക്കുകയാണ്. സോ ഇത് നമ്മുടെ എയറാണ്. ഓക്കെ, ഇത് നമ്മുടെ കാലാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റി ആണ്. ആൻഡ് ദിസ് ഏരിയ ഈസ് ദ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് ഒക്കെ ഉള്ള ഏരിയ. സോ ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഈസ് പെരിട്ടോണിയൽ കാവിറ്റിയിലൂടെ, ആ ഫ്ലൂയിഡിലൂടെയാണ് ഇതും പ്രധാനമായിട്ട് കിടക്കുന്നത്. ഉദാഹരണം ഇവിടെ കാർസിനോമ ഓഫ് സ്റ്റൊമക്ക് ഉണ്ട് എന്ന് വിചാരിച്ചു, സ്റ്റൊമക്കിന്റെ കാർസിനോമ ഇവിടെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് റിലീസ്ഡ് അല്ലേ, ഇത് ഇവിടെ നിന്ന് വിട്ടുപോകുന്നു. ആൻഡ് ദിസ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദിസ് ഓവറിയിലേക്ക് ഇത് പോകുന്നു. കാരണം ഓവറി ഇത് യൂട്രസ് ആണെന്ന് വിചാരിക്കും. സോറി, ഇവിടെ അല്ല, കുറച്ചും കൂടി താഴ്ത്തി വെച്ചാൽ ഇത് യൂട്രസ് ആണെന്ന് വെച്ചാൽ ഇവിടെ ഓവറി ഉണ്ട്, ഇവിടെ ഓവറി. സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന നേരെ ഇവിടെയും 2 ഓവറിയിലേക്കും കടക്കും. സോ ദിസ് ക്യാൻസർ ഈസ് കോൾഡ് ആസ് ക്രൂക്കൻബർഗ് ട്യൂമർ എന്ന് പറയുന്ന ഇതാണ്. സ്റ്റൊമക്കിൽ നിന്ന് പെറ്റോണിയൽ ഫ്ലൂയിഡ് വഴി നേരെ 2 ഓവറിയും ബാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്രൂക്കൻബർഗ് ട്യൂമർ. ആൻഡ് കാർസിനോമാസ് ഓവറി, ഇനി ഓവറിയിലുള്ള ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ക്യാൻ സ്പ്രെഡ് എൻറ്റയർ, ഇവിടെ പെറ്റോണിയൽ കാവിറ്റിയിൽ മൊത്തം ഇത് ബാധിക്കും. ദെൻ ഓവേറിയൻ ക്യാൻസർ ആൻഡ് ഓൾസോ ദിസ് അപ്പൻഡിക്സ്, വെർമിഫോം അപ്പൻഡിക്സ്, അവിടേക്കുള്ള ഒരു ക്യാൻസർ. സോ ഇതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഹൈലി മ്യൂസിൻ ഉള്ള സംഭവം റിലീസ് ചെയ്തതാണെങ്കിൽ, ആൻഡ് ഇത് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ പടർന്ന് ഒരു ജലാറ്റിനസ് കോട്ട് ഉണ്ടാകും. അങ്ങനെ കോട്ട് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സ്യൂഡോമിക്സ് പെരിട്ടോണൈ എന്ന് പറയാം. പെരിട്ടോണൈ എന്നാണ് അതിന് പറയാം. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഓർ CSF പടരുന്ന
പടരാം ക്യാൻസർ. സോ എപ്പൻഡൈമൽ സെൽ ക്യാൻസർ അല്ലെങ്കിൽ ലെപ്റ്റോമെനിഞ്ചിയൽ ക്യാൻസർ. സോ മെനിഞ്ചസ് അവസാനത്തെ 2 ലെയറാണ് ലെപ്റ്റോമെനിഞ്ചസ്. സോ ഇത് CSF-ലൂടെ മറ്റ് സൈറ്റ്സിലേക്ക് പടരാം. ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് പടരാം, സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്കൊക്കെ പടരാം. ഇനി മറ്റൊരു രീതിയെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്നാണ് വിളിക്കുക. ഇംപ്ലാന്റേഷൻ. ആൻഡ് ഇത് അപൂർവമായിട്ടുണ്ടാകുന്നതാണ്, സാധാരണ രീതിയിലൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയിൽ ഉപയോഗിച്ച സ്കാൽപ് ബ്ലേഡോ നീഡിലോ സ്യൂച്ചറോ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല, ഇല്ലാതെ അടുത്ത രോഗിയിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത രോഗിയിൽ, രണ്ടാമത്തെ രോഗിയിൽ ദിസ് ക്യാൻസർ സെൽ ക്യാൻ ഗെറ്റ് ഇംപ്ലാന്റ് ചെയ്യാം, രണ്ടാമത്തെ രോഗിയിൽ ക്യാൻസർ ഉണ്ടാകാം. സോ ഇങ്ങനെ അപൂർവമാണ്, ഇതൊന്നും സംഭവിക്കാറില്ല. എങ്കിലും ദീസ് ഓൾ ആർ ദ ട്രാൻസ്ഇലോമിക് റൂട്ട്സ്. രണ്ടാമത്തത് വയ ലിംഫാറ്റിക്സ് ആണ്, ലിംഫാറ്റിക് സ്പ്രെഡ് ആണ്, ലിംഫാറ്റിക് സ്പ്രെഡ്. ആൻഡ് ഫസ്റ്റ് പോയിന്റ്, ലിംഫാറ്റിക് സ്പ്രെഡ് ഈസ് ഫോർ കാർസിനോമാസ്. സോ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. എപ്പിത്തീലിയൽ ക്യാൻസേഴ്സ്, കാർസിനോമാസ്, അഡിനോകാർസിനോമ, അതൊക്കെയാണ് ലിംഫാറ്റിക്കിലൂടെ അധികം സ്പ്രെഡ് ചെയ്യുക. അപൂർവമായിട്ട് സാർക്കോമയും സ്പ്രെഡ് ചെയ്തേക്കാം. പക്ഷെ ലിംഫാറ്റിക് സ്പ്രെഡ് ഈസ് ഫോർ കാർസിനോമ എന്ന് നമ്മൾ പഠിക്കുന്നു. സോ പ്രൈമറി സൈറ്റിൽ നിന്ന് ഇവിടെയാണ് ക്യാൻസർ ഉള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൈമറി സൈറ്റിൽ നിന്ന് ഇവിടെ നിന്ന് പോകുന്ന ലിംഫാറ്റിക്സിലൂടെ, പുറത്തേക്ക് പോകുന്ന ലിംഫാറ്റിക്സിലൂടെ ഇത് പടരാം. ആൻഡ് ദിസ് ക്യാൻ ഒക്കർ ബൈ 2 ways. 2 വേസിലൂടെ പടരാം. ഒന്ന്, ലിംഫാറ്റിക്കിന്റെ ചുറ്റുമുള്ള എൻഡോത്തീലിയൽ സെൽസ് അല്ലെ. ലിംഫാറ്റിക്സ് ആർ ലൈക്ക് ബ്ലഡ് വെസൽസ്. സോ ഇതിന്റെ ചുറ്റുമുള്ള സെൽ ലൈനിങ്ങിലൂടെ ഇങ്ങനെ ഇവിടെ പിടിച്ച് ഇങ്ങനെ അങ്ങ് പടർന്നു പോകാം. സോ ഇതാണ് ലിംഫാറ്റിക് പെർമിയേഷൻ എന്നാണ് ഇതിന് പറയാ. സോ സെൽസിലൂടെ പടരുന്നത് ലിംഫാറ്റിക് പെർമിയേഷൻ ആണ്, ത്രൂ ദ വാൾ ഓഫ് ദ ലിംഫാറ്റിക് വെസൽസ്. രണ്ടാമത്തത് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത സംഭവം ഇങ്ങനെ ലൂമനിലൂടെ എംബോളൈ ആയിട്ട് പോകും. ലൂമനിലൂടെ എംബോളൈ ആയിട്ട് പടരാം. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞു ആദ്യം എഫക്ട് ചെയ്യാത്തോട്ടടുത്ത ലിംഫ് നോഡിനെ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ലിംഫ് നോഡ്. ഒരു ലിംഫാറ്റിക് പോകുമ്പോൾ ലിംഫ് നോഡിലാണ് ആദ്യം എത്തുക. സോ പ്രൈമറി ക്യാൻസർ, ഇതാണ് പ്രൈമറി ക്യാൻസർ ഉള്ള ഭാഗം. അതിന്റെ ആദ്യത്തെ ലിംഫ് നോഡ്. ഇനി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ലിംഫ് നോഡിലേക്ക് എത്തും. സോ ആദ്യത്തെ ലിംഫ് നോഡ്, ഇതിനെ നമ്മൾ വിളിക്കുക സെന്റിനൽ ലിംഫ് നോഡ് എന്നാണ് ഫസ്റ്റ് ലിംഫ് നോഡിനെ നമ്മൾ വിളിക്കുക. ദെൻ ഇവിടെ നിന്ന് സെന്റിനൽ ലിംഫ് നോഡിൽ നിന്ന് നെക്സ്റ്റ് ലിംഫ് നോഡിലേക്ക് പടരാം. സോ സെന്റിനൽ ലിംഫ് നോഡ് ഇതെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെറ്റാസ്റ്റാസിസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ പ്രൈമറി ക്യാൻസർ സൈറ്റിന്റെ തൊട്ടടുത്തുള്ള ലിംഫ് നോഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലിംഫാറ്റിക് സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. സോ ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസറിലെ ബ്രസ്റ്റ് കാർസിനോമയാണ് നമ്മൾ പറയാം. ആൻഡ് തൊട്ടടുത്ത ലിംഫ് നോഡ് എന്ന് പറയുന്നത് ആക്സിലറി കക്ഷത്തിന് അവിടെയുള്ള ലിംഫ് നോഡാണ്. ദെൻ ഇൻഫീരിയർ ക്ലാവിക്കുലാർ ലിംഫ് നോഡ് ഉണ്ട്, അതിന്റെ മുകളിൽ സുപ്പീരിയർ ക്ലാവിക്കുലാർ ലിംഫ് നോഡ്. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ പടരുന്ന രീതി എന്ന് പറയും. അടുത്ത ഓർഗനിലേക്ക് പോവുക. സോ ലിംഫ് നോഡ് ഒഴുകുന്നത് സാധാരണ മുകളിലേക്കാണല്ലോ. ലിംഫ് ഇങ്ങനെ മുകളിലേക്ക്, ഇവിടെ ഹാർട്ട് ഇരിക്കുന്നു, ആ പൊസിഷനിലേക്കാണ് അത് ഒഴുകുക. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കവയിലേക്കാണ് ചെന്ന് നാച്ചുറൽ റൂട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പടരുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ അല്ലാതെ വൾവാർ ക്യാൻസർ, മെലനോമ, അതൊക്കെ അങ്ങനെ പടരുന്നു. ദെൻ ഇപ്പോൾ ലിംഫാറ്റിക് എംബോളയായിട്ട് പോയാലും പെർമിയേഷൻ വഴി സെൽ വഴി പോയാലും ഈ സെൽസ് ഇവിടെ വന്ന് ലോഡ് ചെയ്തിട്ട് സബ് ക്യാപ്സുലാർ സൈനസിൽ ലോഡ് ചെയ്തിട്ട് അവിടെ സെക്കൻഡറി സൈറ്റിൽ വളരാം. ചിലപ്പോൾ ഇങ്ങനെ ലിംഫ് നോഡിൽ വളർച്ച വന്ന് അവിടെ അതുമൂലം ഒബ്സ്ട്രക്ഷൻ വരാം. സോ ഇവിടെ വന്നൊരു ഒബ്സ്ട്രക്ഷൻ ആയി എന്ന് വിചാരിക്കുക ക്യാൻസർ. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആയിരിക്കും. സാധാരണ ഹൃദയത്തിന്റെ ഏരിയയിലേക്ക് പോകുന്നു, നേരെ തിരിച്ച് അതിനെ നമ്മൾ റിട്രോഗ്രേഡ് എന്നാണ് പറയുന്നത്. റിട്രോഗ്രേഡ് വളർച്ചയും ചിലപ്പോൾ ഉണ്ടാകും. സോ ലിംഫ് നോഡിന്റെ ഡയറക്ഷന്റെ ഫ്ലോയുടെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വളർച്ച തുടങ്ങും. സോ ഇതാണ് ലിംഫാറ്റിക് സ്പ്രെഡ്. സോ ബ്രെയിനിൽ നമുക്കറിയാം ലിംഫ്സ് ഇല്ല, ലിംഫാറ്റിക്സ് ഇല്ല. സോ CSF-ലൂടെ ആയിരിക്കും ഇത് പടരുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റാസ്റ്റാറ്റിക് റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണ്, ഓർ വയ ബ്ലഡ് വെസൽ. സോ ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂട്ട്, ബ്ലഡ് വെസലിലൂടെയാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് റിഗാർഡിംഗ് ദിസ് ഈസ് ദാറ്റ് ദിസ് ഈസ് ഹെമറ്റോജീനസ് സ്പ്രെഡ് നടക്കുന്നത് ഏത് തരം ക്യാൻസർ ആണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സാർക്കോമ ആണ്. സോ കാർസിനോമ നമ്മൾ പറഞ്ഞു, കാർസിനോമ സ്പ്രെഡ് ബൈ ലിംഫാറ്റിക്സ്, കാർസിനോമ ബൈ ലിംഫാറ്റിക്സ്, വൈൽ സാർക്കോമ ഈസ് ബൈ ഹെമറ്റോജീനിയസ് സ്പ്രെഡ് ഓർ ത്രൂ ബ്ലഡ് വെസൽ. സോ ബ്ലഡ് വെസൽസ് എന്ന് വെച്ചാൽ ഒരുപാട് തരം ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിൽ ഏതിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വയ വെയിൻസിലൂടെയാണ്. വെയിൻസിൽ തന്നെ സ്മോളർ വെയിൻ, ചെറിയ വെയിനിലൂടെയാണ് പടരുക കൂടുതൽ. നോട്ട് ബൈ ആർട്ടറീസ്, ആർട്ടറി വഴി അല്ല. എന്തുകൊണ്ടാണ് ആർട്ടറി വഴി കടരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ആർട്ടറീസ് ആർ തിക് വോൾഡ്. ആർട്ടറിക്ക് ഭയങ്കര ബലം കൂടുതലാണ്, തിക് വോൾഡ് ആണ്. വയൽ വെയിൻസ് ആർ തിൻ വോൾഡ്. സോ ക്യാൻസർ സെൽ അപ്പോൾ ഏത് പ്രിഫർ ചെയ്യും? തിൻ വോൾഡ് ആയിട്ടുള്ള വെയിനിലൂടെ ആയിരിക്കും കടരുക. സോ ദേ ക്യാൻ പെനിട്രേറ്റ് ദിസ് ഈസിലി. സോ വീനസ് ഇൻവേഷൻ. സോ നമ്മൾ അതിന് ചുരുക്കി വീനസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂട്ട് ഓഫ്
മെറ്റാസ്റ്റാസിസ്. ഇനി ഇങ്ങനെ വെയിൻസിലൂടെ പോയി കഴിഞ്ഞാൽ ഏതെല്ലാം ഓർഗൻസിലാണ് ഏറ്റവും കൂടുതൽ മെറ്റാസ്റ്റാസിസ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ഈസ് ലിവർ ആണ്. രണ്ടാമത്തേത് ലങ്സിലാണ് കൂടുതൽ മെറ്റാസ്റ്റാസിസ്. സോ ലിവർ ആൻഡ് ലങ്സ്, അതിൽ തന്നെ ഫസ്റ്റ് വൺ ഈസ് ലിവർ, സെക്കൻഡ് ഈസ്. എന്തുകൊണ്ടാണ് ലിവറിൽ ഏറ്റവും കൂടുതൽ കാരണം? ഇപ്പോൾ ഉദാഹരണം GIT, നമ്മൾ GIT ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് സ്റ്റൊമക്ക് ആണ്, ഇത് പാങ്ക്രിയാസ്, ഇത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഒക്കെ ഇങ്ങനെ പോകുകയെന്ന് വെച്ചു. ഇവിടുത്തെ ബ്ലഡ് അങ്ങനെയൊക്കെ പോകാം. സോ ഇവിടെ നിന്നുള്ള ബ്ലഡ് വെസൽസ്, വെയിൻസ് എല്ലാം നേരെ പോകുന്നത് നമ്മുടെ ലിവറിലേക്കാണ്. സോ ത്രൂ പോർട്ടൽ സർക്കുലേഷൻ. സോ പോർട്ടൽ സർക്കുലേഷൻ ആദ്യം എത്തുന്നത് ലിവറിലേക്കാണ്. ലിവറിൽ പിന്നെ എത്തി ലിവറിന്റെ ഒക്കെ എല്ലാ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഹെപ്പാറ്റിക് വെയിൻ വഴി ഹാർട്ടിലേക്ക് പോവുക. സോ ലിവറിലേക്കാണ് ഇവിടെ നിന്നൊക്കെ ഉള്ളതുകൊണ്ട് സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഓർഗൻ ഈസ് ലിവർ ആണ്. മോസ്റ്റ് അഫക്റ്റഡ് സെക്കൻഡറി ക്യാൻസർ ഉണ്ടാകുന്ന മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ ഉണ്ടാകുന്നത് ലിവറിൽ. ഇനിയിപ്പോൾ ലങ്സിലോ ഉണ്ടാകാൻ കാരണം നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന ക്യാവ. സുപ്പീരിയർ ഇൻഫീരിയർ വീന ക്യാവയിൽ നിന്ന് ബ്ലഡ് എവിടെ എത്തും? ഇപ്പോൾ ഇത് ഹാർട്ട് ആണെങ്കിൽ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിലാണ് എത്തുക. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ലങ്സിലേക്കാണ്. സോ ഇവിടെ ഹാർട്ടിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കുറവ്. സോ നേരെ ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ ലങ്സിനാണ് ഇത് അഫക്റ്റ് ചെയ്യുക. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻസ് ആർ ലിവർ ആൻഡ് ലങ്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് മെക്കാനിസം ഓഫ് ദിസ് ഹെമറ്റോജീനിയസ് സ്പ്രെഡ് ആണ്. ബയോളജി ഓഫ് ഇൻവേഷൻ ഓഫ് ക്യാൻസർ സെൽസ് ആണ് നമ്മൾ പറയുന്നത്. സോ ട്യൂമർ സെൽസ് ബ്ലഡ് വഴി കയറാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം. സോ പ്രൈമറി ട്യൂമർ സെൽസോ, ഇത് പ്രൈമറി ട്യൂമർ സെൽസ് ആണെങ്കിൽ ഇതിലെ കുറച്ച് സെൽസോ, ഇത്രയും ഭാഗം സെൽസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് വിൽ ബിക്കം അഗ്രസീവ് ക്ലോണൽ സെൽസ് ആയിട്ട് മാറും. ദേ ഷോ മോർ ആൻഡ് മോർ ആൻജിയോജൻസിസ്. ഇങ്ങോട്ടേക്ക് ഒരുപാട് കൂടുതൽ ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്നു എന്ന്. കൂടുതൽ ബ്ലഡ് വെസൽസ് ഈ ട്യൂമർ ഭാഗത്ത് ഉണ്ടാകുന്നു. പ്രൈമറി ട്യൂമർ സെൽസിന്റെ ഒരു ഹെട്രോജീനസ്, ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഹെട്രോജീനിയസ് ക്ലോണൽ പ്രോലിഫറേഷൻ ആൻഡ് ആൻജിയോജെനിസിസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹെട്രോജീനിയസ് ക്ലോണൽ പ്രോലിഫറേഷൻ ആൻഡ് ആൻജിയോജെനിസിസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഒരു സബ് പോപ്പുലേഷൻ ഓഫ് ട്യൂമർ സെൽസ് ബിക്കം അഗ്രസീവ് ക്ലോണൽ സെൽസ് ആൻഡ് പ്രോലിഫറേറ്റ്. അപ്പൊ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായ ഈ സബ് പോപ്പുലേഷൻ, ഇത്രയും സബ് പോപ്പുലേഷൻ ഓഫ് സെൽസ് പ്രൈമറി സൈറ്റിൽ നിന്ന് വിട്ടുപോകണം, ലൂസൻ ചെയ്യണം. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ലൂസനിങ് ഓഫ് ട്യൂമർ സെൽസ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് ഈ സാധാരണ സെല്ലുകൾ ഒട്ടിച്ചേരുന്നത് എങ്ങനെയാണ്? സെല്ലുകൾ ഒട്ടിച്ചേരുന്നത് സെല്ലുകൾ തമ്മിലുള്ള സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ആണല്ലേ, കാംസ്, എപ്പിത്തീലിയൽ സെൽ അഡ്ഹഷൻ മോളിക്യൂൾ. സോ ഇവിടെ ഉള്ളത് ഈ കാഡ്ഹെറിൻ ആണ്, ഈ കാഡ്ഹെറിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം CDH1 മ്യൂട്ടേഷൻ ഇൻ ഗ്യാസ്ട്രിക് കാർസിനോമ. സോ അവിടെ ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടിച്ചേരുന്നത് കുറയും. സോ ഒട്ടിച്ചേരാത്ത സെല്ലുകൾ ഇവിടെ നിന്ന് വിട്ട് ഒരു ക്ലോണായിട്ട് താഴത്തേക്ക് പോകും. സോ ലൂസൻ ഫ്രം ദ പ്രൈമറി സൈറ്റ്, അവിടെ നിന്ന് വിട്ടുപോരും. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഈ ക്യാൻസർ സെൽസ് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. ആൻഡ് ദിസ് പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പ്രസ് മോർ ആൻഡ് മോർ പ്രോട്ടിയേസസ്. ഇതിൽ നിന്ന് പല വിധത്തിലുള്ള പ്രോട്ടിയേസസ്, സെക്രീഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ദിസ് മാട്രിക്സ് ഡീഗ്രേഡിംഗ് എൻസൈം. സോ സെക്രീഷൻ ഓഫ് മാട്രിക്സ് ഡീഗ്രേഡിംഗ് എൻസൈംസ്, അതാണ് അടുത്ത സ്റ്റെപ്സ്. സോ ഇവിടെ മെറ്റാലോ പ്രോട്ടിയേസസ്, കൊളാജിനേസസ്, ജെലാറ്റിനേസസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ നോർമൽ ആയിട്ടുള്ള മെറ്റാലോ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്, ഇതിന്റെ ഡീഗ്രഡേഷൻ തടയുന്ന അതിന്റെ പ്രവർത്തനവും കുറയ്ക്കുമ്പോൾ ബേസൽ മെംബ്രെയിൻ ട്യൂമർ ടിഷ്യൂ സൈറ്റിൽ നശിക്കും. സോ ഇവിടെയുള്ള ഈ ECM ആൻഡ് ഓൾസോ ദിസ് ബേസൽ മെംബ്രെയിൻ ഓഫ് ദ ബ്ലഡ് വെസൽ, ബേസൽ മെംബ്രെയിൻ ഓഫ് ദ ക്യാൻസർ സെൽസ്, ഇതെല്ലാം നശിക്കുന്നു. ബ്ലഡ് വെസൽസിന് ചുറ്റുമുള്ള ഇൻഡസ്ട്രീഷ്യൽ മാട്രിക്സ് ഡീഗ്രഡേഷൻ. സോ ഡീഗ്രഡേഷൻ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ മാട്രിക്സ് എന്ന് നമുക്ക് എഴുതാം. ഫോർത്ത് സ്റ്റെപ്പ് ഇതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈസ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, എൻട്രി ഇൻ ടു ദ ലൂമൻ ആണ്. എൻട്രി ഓഫ് ക്യാൻസർ സെൽസ് ഇൻ ടു ദ ലൂമൻ ഓഫ് ബ്ലഡ് വെസൽ. ക്യാൻസർ സെൽസ് ഇപ്പൊ ലൂമനിൽ എത്തി. ആൻഡ് ഇവിടെ ഇത് മൂവ് ചെയ്യാനായിട്ട് ഇറ്റ് എക്സ്പ്രസ് മോർ ആൻഡ് മോർ ഓട്ടോക്രൈൻ ആയിട്ടുള്ള മോട്ടിലിറ്റി ഫാക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്ത സ്റ്റെപ്പ്, ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഇവിടെ എത്തി അല്ലെ, ഇത് ക്യാൻസർ സെല്ലാണ്. നമ്മുടെ ശരീരത്തിൽ WBC സെൽസ് ഇങ്ങനെ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കും, അതിനെ കൊന്നുകളയും, ഇമ്മ്യൂൺ അറ്റാക്ക് നടത്തും. സോ ഇത് തടയാനായിട്ട് ക്യാൻസർ സെൽ ചുറ്റും, ഇതിന് ചുറ്റും RBC, ഇങ്ങനെ ഇതിനു ചുറ്റും ഒരു കോട്ടായിട്ട് RBC, ബാക്കിയുള്ള ബ്ലഡ് പ്രോട്ടീൻസ് എല്ലാം ഇതിനു ചുറ്റും കോട്ടായിട്ട് ഒരു ത്രോംബസ് ഫോർമേഷൻ ആണ്. ആൻഡ് ഫോർമേഷൻ ഓഫ് ത്രോംബസ് ആണ് ഈ സ്റ്റെപ്പ്. സോ ക്യാൻസർ സെൽ ഹൈഡ് ഫ്രം ദ WBC ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ എന്നൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദീസ് ക്യാൻ യൂട്ടിലൈസ് ദിസ് RBC ഫോർ ദർ ന്യൂട്രീഷൻ. RBCയെ നറിഷ്മെന്റിന് വേണ്ടി ഉപയോഗിക്കും. സോ ഇനി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഒരു പറ്റിയ എൻവയോൺമെന്റ് കണ്ടാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പറയാ. അടുത്ത കൃത്യമായിട്ടുള്ളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ, സോ ദേ വിൽ എക്സ്ട്രാവേഴ്സ് ഇറ്റ്. ഇവിടെയും ഇതിനെ
അതിനൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. അതാണ് നമ്മൾ 7ാമത്തെ സ്റ്റെപ്പ്. എക്സ്ട്രാവാസേഷൻ ഓഫ് ട്യൂമർ ആണ് 7ാമത്തെ സ്റ്റെപ്പ്. പുറത്തേക്ക് ഇറങ്ങുന്നു. ആൻഡ് ആദ്യം അതിന് എൻഡോത്തീലിയൽ സെൽസ് ഒട്ടിച്ചേരാം. സോ ആദ്യം ഇവിടെ ഒട്ടിച്ചേരുന്നു, ദെൻ പതിയെ എക്സ്ട്രാ വാസേറ്റ് ചെയ്യും. അപ്പൊ ഇനി 8ാമത്തെ ഓർ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? പുതിയ സ്ഥലത്തെത്തി, റൈറ്റ് എൻവയോൺമെന്റിലെത്തി. സോ പതിയെ എക്സ്പ്രസ് ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ലെ. സെൽസിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, സ്വന്തമായിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അത് എക്സ്പ്രസ് ചെയ്യുകയും അത് ഗ്രോത്ത് ആയിട്ട് സെക്കൻഡറി ക്യാൻസർ ആയിട്ട് ആ സെക്കൻഡറി സൈറ്റിൽ വളരും. സോ ക്യാൻസർ സെൽസ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഫോർ ഗ്രോയിങ്. പുതിയ സ്ഥലത്ത് പുതുതായിട്ട് വളർച്ച തുടങ്ങും. അപ്പൊ 8ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. സോ ദിസ് ഗ്രോത്ത് ഇൻ ദ ന്യൂ ലൊക്കേഷൻ, അതാണ് ലാസ്റ്റ്. സോ സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് മെറ്റാസ്റ്റാസിസ് ആസ് സെക്കൻഡറി ക്യാൻസർ, അങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്സ്. സോ ഇനി ഇതല്ലാതെ ചില ഉദാഹരണം ലാർജ് വെയിൻസിൽ, ഉദാഹരണം ഇത് കിഡ്നി റീനൽ സെൽ കാർസിനോമ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരു വെയിൻ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഇതിന്റെ അകത്ത് ഇങ്ങനെ വളരാം, ഈ വെയിനിലൂടെ ഇങ്ങനെ വളർന്ന് ലാർജ് ബ്ലഡ് വെസൽസിന് ഒരു സ്നേക്കിലേക്ക്, ഒരു പാമ്പിനെ പോലെ ഇങ്ങനെ വളർന്ന് ഹൃദയത്തിന്റെ അവിടം വരെ എത്താം. ഓക്കെ, സോ ഇൻഫീരിയർ വീനക്ക വഴി ഹൃദയം വരെ വളരാം. സോ ബ്ലഡ് വെസൽസിനകത്തും വെച്ചും വളരുന്ന ക്യാൻസറുകൾ ഉണ്ട്. സോ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഹൗ മെറ്റാസ്റ്റാസിസ് ഒക്കേഴ്സ് എന്നാണ്. സോ ഇത് മലിഗ്നന്റ് ട്യൂമേഴ്സിന് മാത്രമാണ്, ബിനൈന് ഇത് ബാധകം അല്ല. സോ വൺസ് മെറ്റാസ്റ്റാസിസ് വന്നാൽ പിന്നെ ദ ക്യൂർ ഓഫ് ഡിസീസ് ഈസ് ഇംപോസിബിൾ, സാധ്യമല്ല. സോ അവിടെ നമുക്ക് ഓൺലി പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ഈസ് പോസിബിൾ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻവേഷൻ ആൻഡ് മെറ്റാസ്റ്റാസിസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.